ഇടുക്കി കട്ടപ്പനയിലാണ് ഡ്രെയിനേജ് കുഴിയിൽ വീണ് 3 പേരെ കാണാതായത്. വൃത്തിയാക്കാൻ ഇറങ്ങിയ തൊഴിലാളികളെയാണ് കാണാതായത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്കുള്ള തെരച്ചിൽ ഇപ്പോൾ അവിടെ നടക്കുന്നു. JCB എത്തിച്ച് ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ഒപ്പം നാട്ടുകാരും അവിടെ എത്തിയിട്ടുണ്ട്. രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിൽ നടക്കുകയാണ് അവിടെ. ഇത് ആ കോൺക്രീറ്റ് പാളി അവിടെ നിന്നും മാറ്റി അതിനകത്തേക്ക് ഇറങ്ങുക എന്നതാണോ അടുത്ത ലക്ഷ്യം? പ്രശ്നം അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മണ്ണ് പൂർണ്ണമായിട്ട് മാറ്റിയതിനു ശേഷം നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ കുഴിയുടെ വ്യാപ്തം കൂട്ടുക, അതിനുശേഷം അതിനകത്തേക്ക് ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് JCB ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണ് മാറ്റി ഈ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കുന്നത്. തമിഴ്നാട് കമ്പം സ്വദേശികളാണ് ഈ ഡ്രെയിനേജിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ ഈ കട്ടപ്പനയിൽ സ്ഥിരതാമസക്കാരാണ്. ഇവർ പല ഈ കട്ടപ്പന മേഖലയിൽ രക്ഷാപ്രവർത്തനം ഈ ഡ്രെയിനേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ക്ലീൻ ചെയ്യുന്ന ആളുകളാണ് ഇവർ. അതിന്റെ ഭാഗമായിട്ട് ഇത് പല ആളുകളും ഇവരെയാണ് ഈ കോൺട്രാക്ട് നൽകി ഇവരെ വിളിക്കുന്നത്. ഇവർക്ക് പരിചയമുള്ള ആളുകളാണ്. ഈ ഡ്രെയിനേജ് ഉൾപ്പെടെ ക്ലീൻ ചെയ്ത് പരിചയമുള്ള ആളുകളാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ വിളിക്കുകയും ഈ ഡ്രെയിനേജ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കോൺട്രാക്ട് ഇവർക്ക് കൊടുക്കുകയും ചെയ്തു. പക്ഷേ എന്തോ സാഹചര്യത്തിൽ ഇവർക്ക് ഇതിന് ഇറങ്ങിയപ്പോൾ ആദ്യത്തെ ഒരാൾ തന്നെയാണ് ഇതിനകത്ത് ഇറങ്ങിയത്. ശ്വാസം കിട്ടാതെ വരികയും പിന്നീട് കുറെ നേരം കഴിഞ്ഞതിന് ശേഷം ഇവരെ ആദ്യം ഇറങ്ങിയ ആളെ കാണാതെ വരികയും ചെയ്തു. പിന്നീടാണ് ഒപ്പമുണ്ടായിരുന്ന 2 പേർ കൂടി ഇതിലേക്ക് ആദ്യം ഇറങ്ങിയ ആളെ തിരഞ്ഞ് ഇറങ്ങിയത്. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് കുറെ നേരം കഴിഞ്ഞിട്ടും ഈ 3 പേരെയും കാണാതെ വന്നതോടുകൂടിയാണ് ഇവിടെ ഉണ്ടായിരുന്ന മറ്റാളുകൾ ഈ കൃത്യമായിട്ട് ഫയർഫോഴ്സിനെയും അതുപോലെ തന്നെ പോലീസിനെയും വിവരം അറിയിച്ചുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. ഇതിനകത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് ഫയർഫോഴ്സിനെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന്. കാരണം ഈ ഡ്രെയിനേജിന്റെ ഹോള് അത് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഹോളിന്റെ വലിപ്പം കൂട്ടിയതിന് ശേഷം അതിനകത്തിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള മണ്ണ് മാറ്റുന്നതാണ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ മണ്ണ് പൂർണ്ണമായിട്ടും അതിന് മുകളിലുള്ള മണ്ണ് പൂർണ്ണമായിട്ടും മാറ്റുകയാണ്. കട്ടപ്പന പാറക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഓറഞ്ച് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡ്രെയിനേജ് ക്ലീനിംഗ് ഉൾപ്പെടെ നടക്കുകയും ചെയ്തത്. എന്തായാലും ഈ 3 പേരെയും രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഈ ഘട്ടത്തിലുള്ളത്. അതിനുവേണ്ടിയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റുകയാണ്. ആ മണ്ണ് മാറ്റി ആ കുഴിയിലേക്ക് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ ഡ്രെയിനേജിന്റെ ആ സ്ലാബ് കാണാൻ സാധിക്കുന്നുണ്ട്. ഡ്രെയിനേജിന്റെ സ്ലാബ് ഉയർത്തിയതിനു ശേഷം അതിനകത്തൂടെ ഈ രക്ഷാപ്രവർത്തകർക്ക് ഇറങ്ങുക, അതാണ് ലക്ഷ്യം വെക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ തരത്തിലൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം 3 പേരെ ഈ ഡ്രെയിനേജിനുള്ളിൽ കാണാതായിട്ട്, അല്ലെങ്കിൽ ആ 3 പേര് ഈ ഡ്രെയിനേജിനുള്ളിൽ അകപ്പെട്ടിട്ട് ഏകദേശം 1 മണിക്കൂർ ആവാൻ പോവുകയാണ്. അതിന്റെ ഒരു ആശങ്ക സ്വാഭാവികമായിട്ടുമുണ്ട്. എന്തായാലും അവരെ രക്ഷിക്കുക, അവരെ ജീവനോടെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ലക്ഷ്യം. അത് എത്രയും വേഗം നടത്തുക എന്ന ഒരു ദൗത്യമാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.